ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു HS4 വീഡിയോസ്. അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 5 മുട്ട ബോയിൽ ചെയ്ത 5 മുട്ട ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടുള്ളത്, പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് പീസ് ചെയ്ത്, പിന്നെ കുറച്ച് ബ്രെഡിൻ്റെ പൗഡർ, കുറച്ച് മൈദ, ചെറിയ ചെറിയ പീസാക്കിയ ഇഞ്ചി, കുറച്ച് പഞ്ചസാര, പിന്നെ മല്ലിയില, കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ ഒരു ചീസ്, പിന്നെ ഒരു മുട്ടയുടെ വൈറ്റ്, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഈ ഒരു മുട്ട കട്ട് ചെയ്ത് വെച്ച മുട്ടയിൽ ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക്, അത്യാവശ്യം എരിവിന് മാത്രം ആഡ് ചെയ്താൽ മതി, കുരുമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ അതിനോട് തന്നെ ഇഞ്ചി കട്ട് ചെയ്തത്, കുറച്ച് ബ്രെഡിൻ്റെ പൊടി അല്പം ആഡ് ചെയ്താൽ മതി. ഇനി ആ മുട്ടയുടെ വൈറ്റും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ കുഴഞ്ഞ രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കണേ. അതിൽ കുറച്ച് മൈദയും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടയൊക്കെ ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് കുഴച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഒരു മീഡിയം ടൈപ്പിലുള്ള ബോൾസ് മതി. ഒരു വലിയ എന്തായാലും വലിയ ഒരു രസം ഉണ്ടാവില്ല കഴിക്കാനൊന്നും. ഒരു ചെറിയൊരു മീഡിയം ടൈപ്പിലുള്ള ബോൾസ് എടുക്കുക. ഈ ബോൾസ് ആക്കുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം കയ്യിൽ യൂസ് ചെയ്തതിന് ശേഷം ബോൾസ് ആക്കി എടുക്കുന്നതും വേഗം കഴിയും. അപ്പോൾ എല്ലാം നന്നായിട്ട് ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, ബോൾസ് ആക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ബോൾസ് മുങ്ങുന്ന രീതിയിൽ ഓയിൽ ഒഴിക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഇതിൽ ഓരോന്നായിട്ട് ബോൾസ് ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇത് നന്നായിരുന്നു അരച്ചിട്ടെടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. അത്യാവശ്യം ഇത് കുക്കായി വരണം, പെട്ടെന്ന് വെന്തൊന്നും കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തെടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിൽ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തെടുക്കാം.
പിന്നെ ഇതിൽ മല്ലിയിലയും കൂടി കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ അല്പം മുളക് പൊടിയും കൂടി ആഡ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്രൈ ചെയ്ത സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊരു നല്ലൊരു വെറൈറ്റി ഡിഷാണ്, വേഗത്തിൽ ഉണ്ടാക്കാനൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് ചെറിയൊരു മധുരത്തിന് വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല, ഞാനൊരു ചെറിയൊരു മധുരത്തിന് മാത്രം ആഡ് ചെയ്തതാണ്. ഇനി ഇതിൽ അത്യാവശ്യം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു ഡിഷാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബോൾസും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഇതിലൊരു ചീസ് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നല്ലൊരു വെറൈറ്റി വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ.